ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു വാചകം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 16-ാം തിരുവചനം: ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിനക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ ലോകത്തിൻ്റേതല്ല, അതുപോലെ എൻ്റെ ഈ പ്രിയപ്പെട്ടവർ അവരും ലോകത്തിൻ്റേതല്ല. എന്തിനാ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുക? അവരെ ഈ ലോകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് പറയാൻ വേണ്ടിയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ പ്രഭാതത്തിൽ ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ ഒരു അംശം നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാം. ഈശോ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ പ്രിയ സഹോദര സഹോദരി, നീയും ലോകത്തിൻ്റേതല്ല. നീ വിളിക്കപ്പെട്ട വ്യക്തിയാണ്, നീ ക്രിസ്ത്യാനിയാണ്, നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്. നീ ഈ ലോകത്തിൻ്റേതല്ല. ലോകത്തിൻ്റേതായ വ്യാപാരങ്ങളിലേക്ക് നീ ശ്രദ്ധ കൊടുക്കേണ്ട വ്യക്തിയല്ല. ലോകം പല രീതിയിൽ കളർഫുള്ളായിട്ട് നിന്നെ മാടി വിളിക്കും, പക്ഷെ നീ ലോകത്തിൻ്റേതല്ല. നീ ക്രിസ്തുവിൻ്റേതാണ്, നീ സ്വർഗത്തിൻ്റേതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റേതല്ല, സ്വർഗത്തിൻ്റേതാണെന്നുള്ള ബോധ്യത്തിൽ എന്നും ജീവിക്കുവാനായിട്ട്, ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപയും നന്മയും സംരക്ഷണവും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.